ഹലോ, നമ്മുടെ വീട്ടിൽ നിന്ന് രാവിലെ ഒരു 6:30 ഒക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിരുന്നു. നമ്മളിപ്പം എരുമേലി വഴിയാണ് പോകുന്നത്. നല്ല റൂട്ടൊക്കെയാണ്, പക്ഷേ ഇവിടെ എല്ലായിടത്തും ഗോസ്ലോ ഡേഞ്ചർ സോൺ ഒക്കെ എഴുതിയിട്ടുണ്ട്. അതിന് പരിപാടിയൊക്കെ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് അജുക്ക പണ്ട് കോളേജിൽ പോയിക്കൊണ്ടിരുന്ന വഴിയാ അല്ലേ അല്ലേ? പക്ഷെ കോളേജിന്റെ ഫ്രണ്ടിൽ കൂടെ അല്ല പോണേ. നമ്മൾ എരുമേലി വഴി പോയോണ്ട് തന്നെ അടിപൊളി സീനിക് വ്യൂ ആയിരുന്നു. നല്ല രസമാണ്. ഒരു കാടിന് നടുക്കൂടെ, അത് ആക്ച്വലി ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്, നടുക്കൂടെ പോകുന്ന പോലെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഇപ്പൊ എന്തിലാ വണ്ടി പോണേ എന്ന് പറഞ്ഞ കുറെ നേരം കാലും എടുത്തോണ്ട് ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊട്ടാരക്കരയുള്ള ഒരു ഹോട്ടൽ, പൂർണ്ണപ്രകാശ് എന്ന് പറഞ്ഞൊരു വെജ് ഹോട്ടലിൽ കയറി നല്ല മസാല ദോശ, നല്ല ക്രിസ്പി വടയൊക്കെ കഴിച്ചിട്ട് നേരെ തിരിച്ച് വണ്ടിയിൽ കയറി. ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് വണ്ടി ഓടിക്കാത്ത ആൾക്കാരാണോ നിങ്ങൾ? എങ്കിൽ ഇങ്ങനെ ഓടിച്ചു നോക്കൂ വിത്ത് ഹസ്ബൻഡ് ഇരിക്കും. നമ്മളിങ്ങനെ ചുമ്മാ സ്റ്റിയറിംഗ് ഇങ്ങനെ അനക്കി കൊടുത്താൽ അങ്ങനെയാണ് നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നത്. ആക്ച്വലി എനിക്കിതൊക്കെ ഉണ്ട്, പിന്നെ എനിക്ക് താല്പര്യമില്ലാത്തതുണ്ട്. അതെ, സ്ട്രെയിറ്റ് റോഡ് കിട്ടിയാൽ ഓടിക്കാൻ ഇഷ്ടം. അങ്ങനെ നമ്മൾ ഫൈനലി ഒരു 9:30 ഒക്കെ ആയപ്പോൾ ആൻറ്റീലിയ ഷാലറ്റിലെത്തി, വർക്കലയിലുള്ള. പക്ഷേ രാവിലെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടും വെയിലും ഉണ്ടായിരുന്നു. അവിടെ വർക്കലയിലെ ഏറ്റവും ബെസ്റ്റ് ടൈം ഈവനിങ് ഒരു 5:30 to ലേറ്റ് നൈറ്റാണ് ഏറ്റവും നല്ല ടൈം. അല്ലാത്ത സമയം അവിടെ പോകാനേ കൊള്ളത്തില്ല, അതുപോലെ ചൂടും അതുപോലെ വെയിലുമാണ്. ഫൈനലി നമ്മൾ വർക്കല ആൻറ്റീലിയ ഷാലറ്റിലെത്തി. ആൻറ്റീലിയാണോ ആൻറ്റീലിയ ഷാലറ്റ്. അപ്പം 12:30ക്കാണ് ഗസ്റ്റിൻ്റെ ചെക്ക് ഔട്ട്. എന്നിട്ട് വേണം ഞങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാൻ. പക്ഷേ ഞങ്ങൾ ചുക്കാടെ പങ്ക്ച്വാലിറ്റി കാരണം ഞങ്ങൾ നേരത്തെ 9:30ക്ക് എത്തി. ഇവിടെ ഓഫീസിൽ പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഓഫീസിൽ കിടന്നുറങ്ങി. പിന്നെ ഓഫീസിൽ നിന്ന് അത്യാവശ്യം നല്ലോണം പോസ്റ്റ് അടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ റിസോർട്ടിന് തൊട്ട് ഫ്രണ്ടിലെ സൈഡിൽ തന്നെയാണ് വർക്കല ക്ലിഫ് വരുന്നത്, മെയിൻ ക്ലിഫ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ഒരു വോക്കിന് ഇറങ്ങി. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ബോറടിക്കുന്നേക്കാളും നല്ലതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി. റിസോർട്ട്സ് എല്ലാം തൊട്ടടുത്തടുത്തടുത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത് എനിക്ക് തോന്നി. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. മീൻസ് ഈസി ആക്സസിബിലിറ്റി ഉണ്ടായിരുന്നു. മറ്റേ വർക്കല ക്ലിഫിലേക്കും നമ്മൾ താമസിച്ച ആൻറ്റീലിയ ഷാലറ്റിലേക്കും നല്ല ഈസി ആക്സസിബിലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ കുറേ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യുന്നത് മീൻസ് നല്ല രസമുണ്ടാകും ആളുകൾ കാണും. പക്ഷെ അവർ ഭയങ്കര റേറ്റ് എല്ലാത്തിനും പറയുന്നത് ക്ലിഫ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഞങ്ങൾ ഡാർജിലിംഗ് കഫേയിൽ കയറി. നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് മടുത്തായിരുന്നു കുറേ നേരം ഓഫീസിലൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ നമ്മളിവിടെ കയറി വാട്ടർ മെലൺ ജ്യൂസും മിൻറ്റ് ലൈം ഒക്കെ ഓർഡർ ചെയ്തു. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ നല്ല കത്തിയായിരുന്നു അവിടെ. പിന്നെ നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, ഒട്ടും തിരക്കില്ലായിരുന്നു ആ ടൈം ആയതുകൊണ്ട്. പക്ഷേ ഇവിടെ ഈവനിങ് ഒക്കെ ഭയങ്കര തിരക്കാണ്. ഇവിടെ ഈ കഫേയിൽ, ഡാർജിലിംഗ് കഫേയിലും കഫേ ഇറ്റാലിയനോയിലൊക്കെ ഭയങ്കര തിരക്കാണ്. നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ട് പോകേണ്ട വരും. പിന്നെ നമ്മളൊരു 3 മണിയൊക്കെ ആയപ്പോൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയായിരുന്നു. അപ്പോൾ തൊട്ടിപ്പുറത്തുള്ളൊരു ബിന്ദൂസ് കഫേ എന്ന് പറഞ്ഞാൽ അവിടെയാണ് വന്ന് നമ്മൾ ചായ കുടിച്ചത്. ഒരു ക്രീമി ലാറ്റെ അതായിരുന്നു ഓർഡർ ചെയ്തത്. പക്ഷേ അവർ കൊണ്ടുത്തന്നൊരു മൊന്ത പോലത്തെ ഐറ്റമിലാണ്. ഭയങ്കര അതിനകത്ത് ഭയങ്കരമായിട്ട് വലിയ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് കുടിച്ചേർക്കാൻ നമ്മൾ കുറേ കഷ്ടപ്പെട്ടു. പക്ഷേ നല്ല ടേസ്റ്റിയായിരുന്നു, ഭയങ്കര ടേസ്റ്റിയായിരുന്നു. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ റിസോർട്ടിലുള്ള ആൾക്കാർ തന്നെ പറയുന്നുണ്ടായിരുന്നു വർക്കലയിലെ ബെസ്റ്റ് കോഫി അവരുടെയായിരുന്നു. കഫേ ഇറ്റാലിയനോ. പിന്നെ നമ്മളൊരു ക്ലിഫിലേക്ക് നമ്മളൊരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. വെയിലൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ ക്ലിഫിലേക്ക് പോകണ ഈ സ്റ്റെപ്പൊക്കെ ഭയങ്കര പാടായിരുന്നു പോകാൻ വേണ്ടി. പിന്നെ അവിടെ പാരഗ്ലൈഡിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്.
പിന്നെ ക്ലിഫിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫോറിനേഴ്സൊക്കെ ഇതുപോലെ കടന്ന് തുള്ളി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സായിപ്പന്മാർ തുള്ളിക്കളിക്കണപ്പോൾ എൻ്റെ അജുക്കാക്കും തുള്ളിക്കളിക്കണമെന്ന് മോഹമായിട്ട് അങ്ങോട്ട് പോയി. അവിടെ പോയി കുറേ നേരം കടന്നിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയാണ് നമ്മുടെ മെയിൻ പാട്ട്. ഒരു 6 PM ഒക്കെ ആയി. അപ്പം നമ്മൾ സർപ്രൈസ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അജുക്കാക്ക് ഒരു ഐഡിയ ഇല്ലാതെ ഇപ്പോൾ ഉണ്ട്, ഇത് എനിക്കാണോ എന്ന് കുറേ നേരമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെ അവിടുത്തെ റിസോർട്ടിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അല്ല ആനിവേഴ്സറി കപ്പിൾസ് ഉണ്ട്, അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തതാണ്. അങ്ങനെ അവരും നമ്മളോട് സപ്പോർട്ട് ചെയ്തിട്ട് അവർ വന്നിട്ട് അവർക്ക് കേക്ക് കട്ട് ചെയ്യാനാന്ന് പറഞ്ഞ് നിന്ന് നമ്മളെ വിളിച്ച് ജസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളവിടെ പോയി നിൽക്കുന്ന സമയത്താണ് അജുക്ക അവിടെ കേക്കിൽ ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്ന് കണ്ടത്. അങ്ങനെ സർപ്രൈസായി, അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അവർ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തതൊക്കെ. പിന്നെ ഇത് അവരുടെ ഡെക്കോർ പറയാതിരിക്കാൻ പറ്റില്ല, അതുപോലെ അവർ അടിപൊളിയായിട്ട് സെറ്റാക്കി. നമ്മൾ അതിനകത്ത് ഓർത്ത് വേറിയിടാണ്ട് ആവേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല, അവർ അടിപൊളിയായിട്ട് സെറ്റായി. ആക്ച്വലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം ദ ഫസ്റ്റ് ബർത്ത്ഡേ ഞാൻ അജുവിൻ്റെ കൂടെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അജുൻ എന്താ പറയാനുള്ളത്? അതിങ്ങനെ അജുൻ ഹാപ്പിയാണ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയത് ഭയങ്കര മാഷാഅല്ലാ. താങ്ക് യു ഫോർ ദിസ്, അല്ല ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് മൊമെൻറ്റ്. നല്ല വൈബാണ് ഇവിടെ. നമുക്ക് ബീച്ച്, ഇവിടെ നമുക്ക് വേണ്ടി അജുക്കാക്ക് വേണ്ടി സർപ്രൈസ് പാർട്ടി. ആൻഡ് അൽഹംദുലില്ലാ ഫോർ ദിസ് മൊമെൻറ്റ്. പിന്നെ നമ്മൾ ബുദ്ധിപരമായി നീങ്ങി നമ്മൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് നല്ല അൽഫാമും നല്ല കുബൂസൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു ഡിന്നർ. നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലെ വ്യൂ ആണിത്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഞങ്ങൾ ഇൻസ്റ്റഗ്രാം വഴി കണ്ടിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെ ബുക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇവർ കൂടുതൽ ഇൻസ്റ്റഗ്രാം വഴി എടുക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ നേരത്തെ ബുക്ക് ചെയ്യേണ്ടി വരും, കാരണം എല്ലാ റൂമും ഫിൽഡായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ തന്നെ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോയതാണ്. ഇതാണ് ആൻറ്റീലിയ ഷാലറ്റ്. ഇതിൻ്റെ തുറന്ന് വരുമ്പോൾ തൊട്ട് മേളിലാണ് വർക്കല ക്ലിഫൊക്കെ വരുന്നത്. ഇവിടെ ജസ്റ്റ് നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. ഇതാണ് ഇവരുടെ മെയിൻ ഷാലറ്റ് വരുന്നത്. തുറന്നു കഴിയുമ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ വെക്കേറ്റ് ചെയ്യുവാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ 2 സോഫയും ഒരു അലമാരിയും AC എല്ലാ റൂമിലുണ്ട്. ടോയ്ലറ്റ് വാഷ്റൂമൊക്കെ വരുന്നുണ്ട്. എല്ലാം ഒരു എ ഫ്രെയിം പോലെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഇന്നലെ നമ്മൾ ബർത്ത്ഡേ പാർട്ടിയൊക്കെ സെലിബ്രേറ്റ് ചെയ്തത്. ഭയങ്കര വ്യൂ ആണ് ആ ബാൽക്കണിയിൽ നിന്ന് കണ്ടാൽ. പിന്നെ ഇവിടെ ഗസ്റ്റ് ഉണ്ട്. ഇതാണ് വേറൊരു റൂം വരുന്നത്. ഇതിൻ്റെ പേരെനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇവിടെ കുറച്ച് പെയിൻറ്റിങ്ങും ഒക്കെ ഉണ്ട്. ഇവിടെ നോക്കിയാലും കാണാം. ബ്ലാക്ക് ബീച്ച് എന്നാണ് ഈ ബീച്ചിൻ്റെ പേരൊക്കെ. പിന്നെ കുറേ ഫോറിനേഴ്സ് മാത്രമേ ഉള്ളൂ ഈ സമയത്ത് ബീച്ചിൽ. നല്ല വെയിലാണ്, നല്ല ചൂടും നല്ല വെയിലുമാണ്. ഇതാണ് അവരുടെ ഓഫീസ് വരുന്നത്. ഇനി വരുന്നതെല്ലാം കപ്പിൾ ഷാലറ്റൊക്കെയാണ്. ചെറിയ ചെറിയ ഫ്രെയിംസ് ആണ് വരുന്നതൊക്കെ. 5 കപ്പിൾ ഷാലറ്റ് വരുന്നുണ്ട്. കപ്പിൾ ഷാലറ്റ് എന്നുള്ള വ്യൂ. ഓക്കെ, ബൈ ആൻറ്റീലിയ ഷാലറ്റ്. Until next time.
Happy birthday, Ajuka. Thank you so much. തമിഴ്നാട് കഴിഞ്ഞിട്ട് വർക്കലയിലാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ തെങ്ങുള്ളത്. പിന്നെ ഇതാണ് കാപ്പിൽ ബീച്ച്. കാപ്പിൽ ബീച്ച് എന്ന് പറയുമ്പോൾ ഒരു സൈഡ് ബീച്ചും ഒരു സൈഡ് കായലുമാണ്. അത്യാവശ്യം നല്ല വെയിലാണ്, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയില്ല. പിന്നെ അജുക്കാക്ക് സീ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞ് അവിടെ ഒരു നല്ല ഹോട്ടലുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ഗൂഗിളിൽ നോക്കിയിട്ട് റേറ്റിംഗ് ഉള്ളൊരു ഹോട്ടലാണ് ഈ കൃപ എന്ന് പറഞ്ഞത്. അവിടെ നോക്കിയപ്പോൾ ഫുൾ ഇങ്ങനത്തെ ഞണ്ട്, കരിമീൻ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ സ്നാക്സും ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയിട്ട് അതും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എരുമേലി വഴി തിരിച്ച് പോവുകയാണ്. പിന്നെ ഇതാണ് നമ്മുടെ അജുക്കാട് MES കോളേജ് എരുമേലി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കാണാൻ പറ്റില്ല, നമ്മൾ തിരിച്ചു വന്നപ്പോൾ കണ്ടു. പക്ഷേ ടൈം കഴിഞ്ഞുകൊണ്ട് നമുക്ക് കയറാനൊന്നും പറ്റില്ല. പക്ഷേ ക്യാമ്പസ് ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുണ്ടക്കൈ എത്തിയപ്പം നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒറ്റക്കമ്പൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അതും കണ്ട് നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകും.